Hi students, good morning, welcome to a Dream Classroom. Next നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്. ഷേക്സ്പിയർ സോണറ്റ് 1855-65 ഷേക്സ്പിയറിൻ്റെ സൊണറ്റുകൾ 18, 55, 65 എന്ന് പറഞ്ഞിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ സൊണറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 154 സൊണറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലേ. അതിൽ 18, 55, 65 ഈ സൊണറ്റുകളാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം സോണറ്റിനെ പറ്റിയൊക്കെ. പോപ്പുലർ മോഡ് ഓഫ് ലിറ്റററി എക്സ്പ്രഷൻ ഇൻ റെനസൻസ് യൂറോപ്പ്. റെനസൻസ് യൂറോപ്പിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലിറ്റററി എക്സ്പ്രഷനാണ് ഈ ഒരു സോണറ്റ്. സോണറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? 14 ലൈൻസ് ഉള്ള പോയംസ് ആണ് അല്ലേ. പ്രത്യേകിച്ച് ഒരു റൈമിങ് സ്കീമുള്ള ഒരു പോയത്തിനെയാണ് എന്ത് സോണറ്റ് എന്ന് വിളിക്കുക. അതിൽ 14 വരികളാവും ഉണ്ടായിരിക്കുക കേട്ടോ. 14 വരികളുള്ള ഷോർട്ട് പോയമാണ് സോണറ്റ്. It is a popular mode of literary expression in Renaissance Europe. 16th century എന്താണ്? സോണറ്റ് ഓഫ് തോമസ് വ്യാട്ട് ആൻഡ് ഏൾ ഓഫ് സറേ അല്ലേ. 16th century in England particularly the form came into vogue through the sonnet of Thomas Wyatt and Earl of Surrey in the early 16th century ആദ്യ ഭാഗങ്ങളിൽ എന്താണ്? തോമസ് വ്യാട്ടിൻ്റെയും ഏൾ ഓഫ് സറയുടെയൊക്കെ സൊണറ്റുകൾ വന്നു അല്ലേ. ഇറ്റ് ഫോളോഡ് ബൈ ഫിലിപ്പ് സിഡ്നി ആൻഡ് എഡ്മണ്ട് സ്പെൻസർ. അത് ഇവരെ ഫോളോ ചെയ്തിട്ട് വന്ന രണ്ട് സൊണറ്റേറിയൻസ് ആണ് ഫിലിപ്പ് സിഡ്നിയും എഡ്മണ്ട് സ്പെൻസറും. 1590s കെയിം പ്രൈവറ്റ് സൊണറ്റ് ഫോം അല്ലേ. 1590 കാലഘട്ടങ്ങളിലാണ് എന്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നല്ലൊരു പക്വതയാർന്ന ഒരു സൊണറ്റ് ഫോം വന്നത് എപ്പോഴാണ്? 1590കളിൽ 1590s എന്ത് പ്രൈവറ്റ് സൊണറ്റ് ഫോം വന്നിട്ടുള്ളത് കേട്ടോ. ഹി ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് മിഡിൽ ക്ലാസ് റൈറ്റേഴ്സ്. ആര്? ഷേക്സ്പിയർ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് മിഡിൽ ക്ലാസ് റൈറ്റേഴ്സ്. ഷേക്സ്പിയർ ഉൾക്കൊണ്ടിട്ടുള്ളത് ഏതൊരു ഗ്രൂപ്പിലാണ്? മിഡിൽ ക്ലാസ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലാണ് ഷേക്സ്പിയർ ഉൾക്കൊണ്ടിട്ടുള്ളത് കേട്ടോ. ഹിസ് സോണറ്റ് ക്രിയേറ്റ് സ്പേസ് ഫോർ റിയലിസം. അദ്ദേഹത്തിന്റെ സൊണറ്റുകൾ എന്താണ്? ഒരു റിയലിസത്തിനുള്ള ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നായിരുന്നു അല്ലെ. ഷേക്സ്പിയർ സോണറ്റ് ക്രിയേറ്റ് സ്പേസ് ഫോർ റിയലിസത്തിനുള്ള ഒരു സ്ഥലം നമുക്ക് ഉണ്ടാക്കി തന്നത് ആരാണ്? ഷേക്സ്പിയറിന്റെ സൊണറ്റുകളാണ്. അദ്ദേഹം എത്ര സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്? 154 സോണറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലെ. പബ്ലിഷ്ഡ് ഇൻ 1609 ആണ് അദ്ദേഹത്തിന്റെ 154 സോണറ്റുകൾ അടങ്ങിയുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആരാണ് പബ്ലിഷ് ചെയ്തത്? തോമസ് തോർപ്പാണ് അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ സോണറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൾ കേട്ടോ. സം സോണറ്റ്സ് വേർ അഡ്രസ്ഡ് ടു എ വിമൻ, സം ആർ ടു എ മെൻ. ചില സോണറ്റുകൾ എങ്ങനെയാണ്? ഒരു സ്ത്രീയെയും ചില സോണറ്റുകളെ എന്താണ് ഒരു പുരുഷനും വേണ്ടിയിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ള സൊണറ്റുകളാണ്. ഹിസ് റേപ്പ് ഓഫ് ലുക്രീസ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് പേട്രൺ. അദ്ദേഹത്തിന്റെ പേട്രന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സോങ് റേപ്പ് ഓഫ് ലുക്രീസ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പോയം. സൊണറ്റ് 1 to 17, സൊണറ്റ് 1 മുതൽ 17 വരെയുള്ള സൊണറ്റുകൾ എന്താണ്? അഡ്രസ് ടു എ യങ് മാൻ ഓഫ് ഹൈ സ്റ്റേഷൻ. നല്ലൊരു ഹൈ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു യങ് മാൻ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ സൊണറ്റ് 1 മുതൽ 17 വരെയുള്ള സൊണറ്റുകൾ കേട്ടോ. അഡ്രസ് ടു എ യങ് മാൻ ഓഫ് ഹൈ സ്റ്റേറ്റ്. സൊണറ്റ്സ് റിലേറ്റഡ് ടു ദ മിസ്റ്റീരിയസ് വിമൻ ഡാർക്ക് ലേഡി. അദ്ദേഹത്തിന്റെ ചില സൊണറ്റുകൾ എങ്ങനെയാണ്? ഒരു ഡാർക്ക് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വിമണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഈ ഒരു മാൻ എങ്ങനെയാണ്? ഫെയർ യങ് മാൻ അല്ലേ. യങ് മാൻ ഓഫ് ഹൈ സ്റ്റേഷൻ എന്ന് പറഞ്ഞതിൽ ലേഡി എന്താണ്? വിമൺ എന്താണ്? ഒരു ഡാർക്ക് ലേഡിയും മാൻ എന്ന് പറഞ്ഞത് ഫെയർ യങ് മാനുമാണ്. ഈ ഒരു ഫെയർ യങ് മാനും ഡാർക്ക് ലേഡി എന്താണ്? എൻജോയ്ഡ് എ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് അല്ലേ. ഈ ഒരു ഡാർക്ക് ലേഡിയും ഈ ഒരു ഫെയർ ആയിട്ടുള്ള യങ് മാനും എന്താണ്? രണ്ടുപേരും ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്തിരുന്ന രണ്ട് വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ സോണറ്റിലുള്ള ഫെയർ യങ് മാനും ഡാർക്ക് ലേഡിയും അല്ലെ. ഹിസ് സോണറ്റ്സ് കം അക്രോസ് ആസ് പേഴ്സണൽ ആൻഡ് മെച്യൂർ. അദ്ദേഹത്തിന്റെ സോണറ്റുകൾ എങ്ങനെയാണ്? പേഴ്സണലും അതേപോലെ എന്താണ് മെച്യൂറുമായിരുന്നു അല്ലെ. ഇത്രയാണ് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സോണറ്റിനെ പറ്റി, ഷേക്സ്പിയറിന്റെ സോണറ്റിനെ പറ്റി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഷേക്സ്പിയർ ആസ് എ പോയറ്റ്. ഒരു പോയറ്റ് എന്ന രീതിയിൽ ഷേക്സ്പിയർ നമ്മൾ കണക്കാക്കുകയാണ്.
He, as a poet, shined through his sonnets and narrative poems like Venus and Adonis and the Rape of Lucrece. അല്ലെ, അദ്ദേഹം എന്താണ് ഒരു പോയറ്റായിട്ട് ഷൈൻ ചെയ്തിരുന്നത് ഏതിലൂടെയാണ്? അദ്ദേഹത്തിന്റെ സൊണറ്റുകളിലൂടെയും അതേപോലെ നെറേറ്റീവ് പോയമായിട്ടുള്ള വീനസ് ആൻഡ് അഡോണിസ്, പിന്നെ എന്താണ് ദ റേപ്പ് ഓഫ് ലുക്രീസ്, ഈ രണ്ട് പോയം അതേപോലെ സൊണറ്റുകളിലൂടെയാണ് അദ്ദേഹം ഒരു പോയറ്റ് എന്ന രീതിയിൽ ഷൈൻ ചെയ്തിരുന്നത് അല്ലെ, ആ ഒരു ഫെയിം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പോയട്രിയിലെ തീമുകൾ എന്തായിരുന്നു? ലവ്സ്, ജോയ് ആൻഡ് പെയിൻ, പ്രണയത്തിന്റെ സന്തോഷവും സങ്കടവും, പിന്നെന്താണ് ടൈംസ് ക്രൂവൽറ്റി, സമയത്തിന്റെ ക്രൂരത, ബ്യൂട്ടീസ് ഫേഡ് പറഞ്ഞാൽ ആ ഒരു ബ്യൂട്ടി ഫേഡ് ആയി പോകുന്നത്, ഹ്യൂമൻസ് ഫോളീസ്, ഇതൊക്കെ എന്താണ്? ഓൾ റാപ്ഡ് ഇൻ റിച്ച് ഇമേജറി, പൺസ് ആൻഡ് ഇമോഷണൽ ഡെപ്ത്. ഇതൊക്കെ ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തീംസ് ആയ ലവ്സ്, ജോയ്സ് ആൻഡ് പെയിൻസ്, ടൈംസ് ക്രൂവൽറ്റി, ബ്യൂട്ടീസ് ഫെയർ ആൻഡ് ഹ്യൂമൻസ് ഫോളീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവയെല്ലാം എന്താണ്? റാപ്ഡ് ഇൻ റിച്ച് ഇമേജറി. ഇതൊക്കെ ഒരു റിച്ച് ഇമേജറിയും ഇമോഷണൽ ഡെപ്തും ഒക്കെ കൂടെയുള്ള റാപ്പ് ചെയ്തിട്ടുള്ള ചുറ്റിയിട്ടുള്ള ഒരു തീമുകളായിരുന്നു അദ്ദേഹത്തിന്റെ പോയംസ് അല്ലെ. അദ്ദേഹം എങ്ങനെയാണ്? ബ്ലാങ്ക് വേഴ്സിലാണ് അദ്ദേഹം പോയം എഴുതിയിരുന്നത് അല്ലെ. പിന്നെന്താണ്? ഷേക്സ്പിയർ, എ പോയറ്റ് ഓഫ് ഗ്രേറ്റ് വെറൈറ്റി ആൻഡ് ഡെപ്ത്. എന്താണ്? അദ്ദേഹം ഒരു പോയറ്റ് ഓഫ് ഗ്രേറ്റ് വെറൈറ്റി. അദ്ദേഹം എങ്ങനെയാണ്? ഒരു ഗ്രേറ്റ് വെറൈറ്റിയുടെയും ഡെപ്തിന്റെയും ഒരു പോയറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് അല്ലേ. ഇത്രയാണ് പോയറ്റ്, ആസ് എ പോയറ്റ് എന്നുള്ള രീതിയിൽ ഷേക്സ്പിയറെ പറ്റി പറയുന്നുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ദ ഷേക്സ്പീരിയൻ സൊണറ്റ്. ഇനി ഷേക്സ്പിയറുടെ സൊണറ്റുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഷേക്സ്പിയറുടെ സൊണറ്റുകൾ എങ്ങനെയാണ്? 40 ലൈൻസ് ഉണ്ടാവും അല്ലേ. ഇയാംബിക് പെൻഡാമീറ്ററിലാണ് അദ്ദേഹം ലൈൻസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് AB CD EF GG എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് റൈമിംഗ് സ്കീം പറയുന്നത്. റൈമിംഗ് സ്കീം കണക്കാക്കുക എങ്ങനെയാണെന്ന് അറിയില്ലേ. നമ്മളെ പോയത്തിൻ്റെ ലാസ്റ്റ് വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ നെക്സ്റ്റ് വരിയിലെ ലാസ്റ്റ് വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണെങ്കിൽ അങ്ങനെ നോക്കിയിട്ടാണ് റൈമിംഗ് സ്കീം കണക്കാക്കുക കേട്ടോ. സോണറ്റ് 18 നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 3 quatrains and a couplet, അതായത് AB CD EF അതൊരു 3 ക്വാർട്രൈൻ 4 വരികളോട് കൂടിയുള്ള ഒരു സെക്ഷൻ, അങ്ങനെ 3 എണ്ണം, പിന്നെ ഒരു കപ്ലെറ്റ് അതായത് 2 വരികളുള്ള ഒരു കപ്ലെറ്റ്. അങ്ങനെയാണ് ഷേക്സ്പിയറിന്റെ സൊണറ്റ് ഷേക്സ്പിയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറേഞ്ച്ഡ് ഇൻ അൺആക്സെന്റഡ് ആൻഡ് ആക്സെന്റഡ് സിലബിൾ. എങ്ങനെയാണ് ഷേക്സ്പിയറിന്റെ സൊണറ്റ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അൺആക്സെന്റഡ് സിലബിളിനെ ഫോളോ ചെയ്തിട്ട് ഒരു ആക്സെന്റഡ് സിലബിൾ ഉണ്ടായിരിക്കും കേട്ടോ. സിഡ്നീസ് സൊണറ്റ് സ്റ്റൈൽ ഈസ് ഫിക്സ്ഡ് ആൻഡ് ഫുൾ ഓഫ് റൈംസ്. സിഡ്നിയുടെ സൊണറ്റ് സ്റ്റൈലുകൾ എങ്ങനെയായിരിക്കും? ഫിക്സ്ഡും ആയിരിക്കും, അതേപോലെ ഫുൾ ഓഫ് റൈംസ് ഒക്കെ ഫുൾ ആയിരിക്കും അല്ലേ. ഷേക്സ്പിയേഴ്സ് വാസ് എക്സ്പെരിമെന്റൽ. എന്താണ് ഷേക്സ്പിയറിന്റെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ്പെരിമെന്റൽ ആണ്. ഷേക്സ്പിയർ ഡിഡ് നോട്ട് യൂസ് എപ്പിസ്റ്റോളറി ഫോം. എന്താണ്? ഷേക്സ്പിയർ എപ്പിസ്റ്റോളറി ഫോമിലാണ്. എപ്പിസ്റ്റോളറി ഫോം എന്ന് പറഞ്ഞാൽ ലെറ്റർ എഴുതുന്ന പോലെയുള്ള ഒരു ഫോമിനെയാണ് എപ്പിസ്റ്റോളറി ഫോം എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താണ്? ഷേക്സ്പിയർ ഒരു ലെറ്റർ എഴുതും പോലെ അല്ല സൊണറ്റുകൾ എഴുതാറല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്? ഷേക്സ്പിയർ ഡു നോട്ട് യൂസ് എപ്പിസ്റ്റോളറി ഫോം, പോപ്പുലർ അറ്റ് ദ ടൈം വേർ ദ സൊണറ്റ് വുഡ് ബി റിട്ടൺ ആസ് എ ലെറ്റർ ഓഫ് സപ്ലിക്കേഷൻ ടു ദ ബിലൗഡിനുള്ള ഒരു സപ്ലിക്കേഷനുള്ള ഒരു ലെറ്റർ പോലെ ആയിരുന്നു ആ ഒരു സമയത്ത് സൊണറ്റുകൾ എഴുതിയത് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ എന്താണ്? ഷേക്സ്പിയർ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നില്ല അല്ലെ. അദ്ദേഹം എന്താണ്? എപ്പിസ്റ്റോളറി ഫോം യൂസ് ചെയ്തിരുന്നില്ല. നെക്സ്റ്റ് എന്താണ്? പെട്രാർക്ക്. ദ പെട്രാർക്കൻ മോഡൽ ഓഫ് സൊണറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വ്യാട്ട്. എന്താണ്? പെട്രാർക്കിന്റെ ആ ഒരു സൊണറ്റിന്റെ മോഡലുകൾ നമ്മൾക്ക് എത്തിച്ചത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? വ്യാട്ടാണ് കേട്ടോ. വ്യാട്ടാണ് പെട്രാർക്കൻ മോഡൽ ഓഫ് സൊണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾ കേട്ടോ. ഇംഗ്ലീഷ് സൊണറ്റ് ഗെയിൻഡ് സ്പെസിഫിക് ഐഡന്റിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷേക്സ്പിയർ. എന്താണ്? ഷേക്സ്പിയറിന്റെ കൈകളിലാണ് ഇംഗ്ലീഷ് സൊണറ്റുകളൊക്കെ നല്ലൊരു ഐഡന്റിറ്റി നേടിയെടുത്തിട്ടുള്ളത് അല്ലേ. ഷേക്സ്പിയർ ആണ് ഒന്നും കൂടി ഒരു സൊണറ്റിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഐഡന്റിറ്റി ഗെയിൻ ചെയ്തിട്ടുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ എന്താണ്? ഷേക്സ്പിയറിന്റെ കൈകളിലാണ്, അതായത് ഷേക്സ്പിയറിന്റെ സൊണറ്റുകളാണ് ഇംഗ്ലീഷ് സൊണറ്റുകളിൽ വെച്ചിട്ട് എന്താണ് സ്പെസിഫിക് ഐഡന്റിറ്റി നേടിയെടുത്തിട്ടുള്ളത് അല്ലേ. ഷിഫ്റ്റ് ഫ്രം ക്വാട്രെയിൻസ് ടു കപ്ലെറ്റ് ക്രിയേറ്റ് എ ഡിസ്ട്രപ്ഷൻ ഓഫ് മീനിങ്. എന്താണ്? ആ ഒരു ക്വാട്രെയിൻ എന്നുള്ള 3 ക്വാട്രെയിൻസും ഒരു കപ്ലെറ്റും ഉണ്ടാവും എന്ന് പറയാം. അപ്പം എന്താണ്? ആ ഒരു 3 ക്വാട്രെയിൻസിൽ നിന്ന് ഒരു കപ്ലെറ്റിക്കുള്ള ആ ഒരു
ഡിസ്ക്രിപ്ഷൻ, ആ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്രിയേറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് മീനിങ്ങിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ആ ഒരു ഷിഫ്റ്റ്. ഇൻ സോണറ്റ് കംപ്ലീഷൻ ഓഫ് ദ ഇൻറ്റൻറ്റ് ഇൻ 4 ലൈൻ ഈസ് മസ്റ്റ്. ഇറ്റ് മേക്ക് സോണറ്റ് കോംപ്ലക്സ് ആൻഡ് കോഡഡ്. എന്താണ്? സോണറ്റിൽ ഞാൻ പറഞ്ഞു 14 ലൈൻസ് ഉണ്ടാവും. അതെങ്ങനെയാണ്? 3 ക്വാർട്ടറൈൻസിനെ ഫോളോ ചെയ്തിട്ടൊരു കപ്ലെറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അതിലെന്താണ്? ഇൻ സോണറ്റുകളിൽ ദ കംപ്ലീഷൻ ഓഫ് ഇൻറ്റൻറ്റ് ഇൻ 14 ലൈൻസ് ഈസ് മസ്റ്റ്. 14 സോണറ്റ് എന്ന് പറയുന്നത് 14 വരികളോട് കൂടിയ ചെറിയ ഒരു പോയത്തിനെയാണ് സോണറ്റ് എന്ന് പറയുക അല്ലേ. അപ്പോൾ എന്താണ്? ആ ഒരു 14 ലൈൻസ് കംപ്ലീറ്റ് ആയിരിക്കണം. അതെന്താണ്? സോണറ്റിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇറ്റ് മേക്സ് സോണറ്റ് കോംപ്ലക്സ് ആൻഡ് കോഡഡ്. എന്താണ് ഈ ഒരു കാര്യം? എന്താണ് ഇതിനെ സോണറ്റുകളെ എന്താണ് കോംപ്ലക്സും കോഡഡും ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ. എന്താണ് 14 ലൈൻസിൻ്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞത് സോണറ്റുകളിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്താണ്? സോണറ്റിൽ മസ്റ്റ് ആയിട്ടും 14 ലൈൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അത് ആ ഒരു സോണറ്റിൻ്റെ കോംപ്ലക്സിറ്റിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്താണ്? തീം ആൻഡ് കൺസേൺ ഓഫ് ദ സോണറ്റ്. സോണറ്റുകളിലെ തീമും അതേപോലെ കൺസേൺസും ഒക്കെ എന്താണ്? ഷേക്സ്പിയേഴ്സ് ഏർലി സോണറ്റ്, പെർട്ടിക്കുലർലി സോണറ്റ് 1 to 14 ആർ ഓഫ് എ യൂണിഫോം നേച്ചർ. എന്താണ്? ആ ഒരു ഷേക്സ്പിയർ 154 സോണറ്റുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ 1 മുതൽ 14 വരെയുള്ള അദ്ദേഹത്തിൻ്റെ സോണറ്റുകൾ എങ്ങനെയാണ്? അതിനൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരുന്നു അല്ലേ. എന്താണ്? തീം ഓഫ് മാരേജ് ആൻഡ് ഫാമിലിയൽ ഹാർമണി. ആ ഒരു 1 to 14 അദ്ദേഹത്തിൻ്റെ സോണറ്റുകളിലെ തീം എന്ന് പറയുന്നത് എന്താണ്? മാരേജും ഫാമിലിയൽ ഹാർമണി, അതായത് വിവാഹവും അതേപോലെ ഫാമിലിയിലുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു എന്ത് 1 to 14 ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തീം എന്ന് പറയുന്നത്. സം ഫ്ലാറ്ററി ആൻഡ് റൊമാൻസ് ആർ ഇൻവോൾവ് ഇൻ ഇറ്റ്. എന്താണ്? ഈ ഒരു 1 to 14 മാരേജും ഫാമിലിയൽ ഹാർമണിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്താ? അതിൽ കുറച്ച് ഫ്ലാറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്ലാറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളും അതേപോലെ എന്താണ് റൊമാൻസും കൂടി ഇൻവോൾവ് ആണ് അല്ലേ. എന്താണ്? ഫാമിലിയൽ ഹാർമണി അതേപോലെ മാരേജും. അപ്പം എന്താണ്? മാരേജിന് റൊമാൻസും ഫാമിലിയൽ ഹാർമണിയിൽ ഫ്ലാറ്ററി, അങ്ങനെ അത് രണ്ടും കൂടെ ഇൻവോൾവ് ആണ് എന്ത് 1 to 14 സോണറ്റുകളിൽ അല്ലേ. ഓൾസോ ദ തീം ഓഫ് ലവ് ആൻഡ് ടൈം ആർ ഇൻക്ലൂഡഡ്. എന്താണ്? അതേപോലെ ഫ്ലാറ്ററിയും റൊമാൻസും മാത്രമല്ല, പിന്നെന്താണ്? ലവും അതേപോലെ ടൈമും ഇൻക്ലൂഡഡ് ആണ് അല്ലേ. പ്രണയവും സമയവും ഒരു തീമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഷേക്സ്പിയർ 1 to 14 സോണറ്റുകളിൽ. ഏർലി സോണറ്റ്സ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലവ്. എന്താണ്? ഏർലി സോണറ്റുകളിലൊക്കെ എന്താണ്? പല തരത്തിലുള്ള പ്രണയത്തിൻ്റെ പല തരത്തിലുള്ള ഷെയ്ഡ്സുകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. യൂത്ത്ഫുൾ ലവ്, പാഷനേറ്റ് ലവ് ആൻഡ് മെച്യൂർ ലവ്. അതാണ് ഷെയ്ഡ്സ് ഓഫ് ലവ് എന്ന് പറയുന്നത്. യൂത്ത്ഫുൾ ലവ്, പാഷനേറ്റ് ലവ് ആൻഡ് മെച്യൂർ ലവ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സോണറ്റുകളിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലവ്സ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. യൂത്ത്ഫുൾ ലവ്, പാഷനേറ്റ് ലവ് ആൻഡ് മെച്യൂർ ലവ്. സോണറ്റ് 29, 30, 116 ഈ ഒരു 29, 30, 116 ഈ ഒരു നമ്പേഴ്സ് സോണറ്റുകളിൽ എന്താണ്? ഐഡിയ ഓഫ് ലവ്, അതായത് പ്രണയത്തിൻ്റെ ഐഡിയകളാണ് ഈ ഒരു 29, 30, 116 സോണറ്റുകളിൽ ഷേക്സ്പിയർ ഡെപ്പിക്ട് ചെയ്ത തീമുകൾ അല്ലേ. ഐഡിയ ഓഫ് ലവ്. ഹി സ്റ്റീഡ് ദ കൺവെൻഷണൽ തീം ഓഫ് മൂവിങ് ആൻഡ് ഇംപ്ലോറിങ് എ ലേഡി. എന്താണ്? അദ്ദേഹം എന്താണ്? ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള തീമാണ് അദ്ദേഹം ആ ഒരു 29, 30, 116 കൊടുത്തിട്ടുള്ളത്. മൂവിങ് ആൻഡ് ഇംപ്ലോറിങ് എ ലേഡി, ഒരു ലേഡീനെ മൂവിങ് ചെയ്യുന്നത് അതേപോലെ ഇംപ്ലോർ ചെയ്യുന്ന തരത്തിൽ, അതായത് ഐഡിയ ഓഫ് ലവ് ആണ് അല്ലേ. അനദർ തീം എന്ന് പറഞ്ഞത് എന്താണ്? വേറൊരു തീമായിട്ട് നമ്മൾ സോണറ്റുകളിൽ ഷേക്സ്പിയർ കൊടുക്കുന്നത് എന്താണ്? അനദർ തീം ഓഫ് സോണറ്റ് ഈസ് ഫെയിം, അതായത് പ്രശസ്തി. എന്താണ്? പ്രശസ്തിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്? വേറൊരു ഷേക്സ്പിയറിൻ്റെ സോണറ്റിലെ മറ്റൊരു തീം എന്ന് പറഞ്ഞത് എന്താണ്? ഫെയിം. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? തീം ഓഫ് മാരേജ്, ഫാമിലിയൽ ഹാർമണി, റൊമാൻസ്, ഫ്ലാറ്ററി, ലവ് ആൻഡ് ടൈം, പിന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് യൂത്ത്, പിന്നെ കൺവെൻഷണൽ ഐഡിയ ഓഫ് ലവ്, അതായത് കൺവെൻഷണൽ തീം ഓഫ് മൂവിങ് ആൻഡ് എംപ്ലോറിങ് എ ലേഡി. പിന്നെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അനദർ തീം എന്നിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫെയിം. അത് ഏതിലാണ്? സോണറ്റ് 18, 83, 18, 83 ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ള തീം അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ട് സോണറ്റ് എഴുതിയിട്ടുള്ളത് അല്ലേ.
It could be seen in sonnet ranged between sonnet numbers 18 and 83. In the early sonnet, Shakespeare felt unsure about the sonnet form as it were and was enormous of fame and achieved by a great artist and poet. However, in his heyday, he was aware of his popularity. എന്താണ് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയെ പറ്റി അദ്ദേഹം എന്താണ് അവെയർ ആയിരുന്നു അല്ലെ. ഫെയിം പോപ്പുലാരിറ്റി എന്നൊക്കെ പറഞ്ഞത് സെയിം ആണ് അല്ലെ. ആ പ്രശസ്തി എല്ലാവരും ജനങ്ങളൊക്കെ അറിയപ്പെടുക എന്നുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഫെയിം എന്ന് പറഞ്ഞത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പോപ്പുലാരിറ്റി എന്നൊക്കെ പറഞ്ഞത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് അല്ലെ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, സോണറ്റ് 152 man breaking a vow of matrimony and thus regret his decision and suffer guilty അല്ലേ. എന്താണ് സോണറ്റ് മറ്റേ ഇതുവരെ എന്താണ് സോണറ്റ് 1883 എന്താണ് വന്നിരുന്നത്, ഫെയിം എന്നുള്ള ഒരു പോപ്പുലാരിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, Sonnet 152, he alludes to himself as a man breaking vows of matrimony and thus regret his decision and suffer the pangs of guilt. എന്താണ് അദ്ദേഹം സോണറ്റ് 152 ഷേക്സ്പിയർ എന്താണ് തീമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആള്, ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു മാട്രിമണി, അതായത് വിവാഹത്തിലുള്ള അദ്ദേഹം കൊടുത്ത വാഗ്ദാനത്തിൽ എന്താണ് വാഗ്ദാനം പിൻവലിക്കുകയാണ് അല്ലെ, ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു ബ്രേക്ക് ചെയ്തിട്ട് അതിനുശേഷം ബ്രേക്ക് ചെയ്ത് അങ്ങനെ അതിനുശേഷം അദ്ദേഹം റിഗ്രറ്റ് ആവുകയാണ് അല്ലെ. അദ്ദേഹം എടുത്ത ആ ഒരു വിവാഹം, ആ ഒരു വിവാഹത്തിനെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങൾ, ആ ഒരു പ്രതിജ്ഞ, വോസ് എന്താണ് ബ്രേക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഡിസിഷൻ അതിൽ അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിന് എന്താണ് ഒരു ഗിൽട്ട് സഫർ ചെയ്യുകയും ചെയ്യുന്ന ആ കാര്യങ്ങളാണ് സോണറ്റ് 152 ഷേക്സ്പിയർ പറയുന്നത് അല്ലേ. ഹി അല്യൂഡ്സ് ഹിംസെൽഫ് ആസ് ദ മാൻ breaking vow of matrimony and regret his decision and suffers the pangs of guilt. ആ ഒരു കുറ്റബോധത്തിന് അദ്ദേഹം ആ ഒരു കാര്യം, ആ മാട്രിമോണി, ആ കല്യാണത്തിന്റെ ആ ഒരു പ്രതിജ്ഞ അദ്ദേഹം ബ്രേക്ക് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് അതിനെ പറ്റി എന്താണ് റിഗ്രറ്റ് ആവുകയാണ് അല്ലെ, പശ്ചാത്തപിക്കുകയാണ്. അതിനുശേഷം ആ ഒരു വോ തെറ്റിക്കുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ള ആ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിഷനിൽ അദ്ദേഹം എന്താണ് പശ്ചാത്തപിക്കുകയും ചെയ്യാണ്. പിന്നെ എന്താണ് അതിൽ അദ്ദേഹം വളരെയധികം ഗിൽട്ടായിട്ട് സഫർ ചെയ്യാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഷേക്സ്പിയറിന്റെ സൊണറ്റുകളിലെ തീംസ് ആയിട്ട് കൺസിഡർ ചെയ്യണത് അല്ലെ. പിന്നെ വരുന്നത് എന്ത് തീമാണെന്നറിയോ, തീംസ് ഓഫ് there are reference of seasons. സീസൺസിനെ പറ്റി നമ്മൾ ഷേക്സ്പിയർ എന്താണ് ഷേക്സ്പിയറിന്റെ സൊണറ്റുകൾ നന്നായി ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. There are many reference to seasons in Shakespeare's sonnet for describing weather, the beloved or even a state of mind. എന്താണ് നമ്മുടെ വെതറിനെ, അതേപോലെ കാലാവസ്ഥയെ, അതേപോലെ എന്താണ് ബിലൗഡ് ഓർ ഈവൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മൈൻഡിൻ്റെ സ്റ്റേറ്റിനെയും അല്ലെങ്കിൽ ബിലൗഡിനെയും വെതറിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാണ് എന്താണ് ഓരോ സീസൺസ് തീമായിട്ട് ഷേക്സ്പിയർ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോണറ്റ് 18 ആണ് കേട്ടോ. സോണറ്റ് 18 റൈമിങ്സ് 14 ലൈൻസ് ആണ് മൊത്തം ഉള്ളത്. അതിൽ റൈമിങ് സ്കീം കണ്ടോ, എ ബി CD അതായത് ഡേ, ടെമ്പറേറ്റ്, ഫസ്റ്റ് ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ് ഡേ, അത് തേർഡ് ലൈനിൻ്റെ മേ, ഡേ മേ കണ്ടോ, സെയിം ആ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അപ്പോൾ ഡേ മേ എ, ടെമ്പറേറ്റ് ഡേറ്റ് രണ്ടും അവസാനം വരുമ്പോൾ സെയിം പ്രൊനൗൺസിയേഷൻ്റെ ആ ഒരു ടച്ച് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ എ ബി ഡേ മേ ടെമ്പറേറ്റ് ഡേറ്റ് രണ്ടും കണ്ടോ സെയിം ആണ്. പിന്നെ വരുന്നത് ഷൈൻ ഡിക്ലൈൻ കണ്ടോ, 5th ലൈനും 7th ലൈനും ഷൈൻ ഡിക്ലൈൻസ്. പിന്നെ വരുന്നത് 6th ലൈനും 8th ലൈനും ഡിംഡ് അൺട്രിംഡ്. അപ്പോൾ CD ഫെയ്ഡ്, ഷെയ്ഡ്, ഔസ്റ്റ്, ഗ്രൗസ്റ്റ്. അപ്പം എന്താണ് EF. പിന്നെ ലാസ്റ്റ് കപ്ലറ്റിൽ GG സെയിം CD കണ്ടോ. അതാണ് ആ ഒരു റൈമിങ് സ്കീം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ലൈനിന് A ആയിട്ടും പിന്നെ വരുന്നത് B സെയിം ആണെങ്കിൽ സെയിം പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ AA, സെയിം പ്രൊനൗൺസിയേഷൻ വരുന്നത് വെച്ച് നോക്കിയിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. എന്താണ് സോണറ്റ് 18 ഷേക്സ്പിയർ പറയുന്ന കാര്യങ്ങൾ? സോണറ്റ് 18 എന്ന് പറഞ്ഞത് എന്താണ്,
ഷേക്സ്പിയറിന്റെ 154 സൊണറ്റുകളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോസ്റ്റ് ഫേമസ് വൺ ആണ് കേട്ടോ സൊണറ്റ് 18 എന്ന് പറഞ്ഞത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതേപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സൊണറ്റാണ് സൊണറ്റ് 18. He is addressing the friend or beloved. ഈ ഒരു സൊണറ്റ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഒരു ബിലവഡിനെയോ അഡ്രസ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു സൊണറ്റ് 18 എഴുതിയിട്ടുള്ളത് അല്ലേ. സമ്മർ ഡേയ്സ് ആർ റെപ്രസെന്റഡ് ഇൻ സൊണറ്റ്. ഞാൻ പറഞ്ഞു സീസൺസിനെ പറ്റി അദ്ദേഹം സൊണറ്റുകളിലെ തീമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊണറ്റ് 18 സമ്മർ സീസണെ പറ്റിയാണ് പറയുന്നത്. സമ്മർ സീസണിനെ എന്താണ് ഒരു സമ്മർ സീസണിനെ ബിലവ്ഡും ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന തരത്തിലാണ് സൊണറ്റ് 18 വരുന്നത് അല്ലേ. സമ്മർ ഡേയ്സ് ആർ റെപ്രസെന്റഡ് ഇൻ സൊണറ്റ് 18. സൊണറ്റ് 18 സമ്മർ ഡേയ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഷേക്സ്പിയർ സൊണറ്റ് എഴുതിയിട്ടുള്ളത് അല്ലേ. സീസൺ റെപ്രസെന്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഓരോ സീസൺസും എന്താണ് ഹ്യൂമൻ ലൈഫിന്റെ സ്റ്റേജസ്, പലതരത്തിലുള്ള സ്റ്റേജസുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. വിന്റർ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, ഇങ്ങനെ 4 സീസൺസ് ആണുള്ളത് അല്ലേ. വിന്റർ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം എന്ന് പറഞ്ഞത് അല്ലേ. വിന്റർ എന്താണ് തണുപ്പ് കാലം, സ്പ്രിംഗ് വസന്തകാലം, സമ്മർ വേനൽക്കാലം, ഓട്ടം മഞ്ഞുകാലം. ഇങ്ങനെ 4 സീസൺസ് ആണ് നമുക്കുള്ളത്. ആ ഒരു 4 സീസണിനെ അദ്ദേഹം ഓരോരോ കാര്യങ്ങളുമായിട്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. വിന്റർ എന്ന് പറഞ്ഞത് എന്താണ് ഓൾഡ് ഏജിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഓൾഡ് ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത് വിന്റർ എന്ന് പറയുന്നത്. സജസ്റ്റ്, കോൾഡ്, ഡീജനറേഷൻ ആൻഡ് ഡെത്ത്. വിന്റർ എന്ന് പറഞ്ഞത് എന്താണ് ഓൾഡ് ഏജിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സജസ്റ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് കോൾഡ് തണുപ്പ്, ഡീജനറേഷൻ പിന്നെന്താണ് ഡെത്ത് മരണം. ഇതിനൊക്കെയാണ് വിന്റർ എന്ന് പറഞ്ഞിട്ടുള്ള സീസൺ എന്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് വരുന്നത് എന്താണ് സ്പ്രിങ്, ബഡ്ഡിങ് യൂത്ത്. അതായത് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം വസന്തകാലം, നല്ലൊരു കാലഘട്ടമാണ് അല്ലെ വസന്തകാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഏത് യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിനെ എന്താണ് യൂത്തുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലെന്താണ് സജസ്റ്റ് ചെയ്യുന്നത് സ്പ്രിംഗ് എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് ഫ്രഷ് ബ്യൂട്ടി അല്ലെ. നമ്മുടെ ആ ഒരു വസന്തകാലം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാലം എന്ന് പറഞ്ഞത് എന്താണ് ഫ്രഷ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് മൈൻഡിലേക്ക് തരുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു യൂത്ത് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും യൂത്ത് എന്ന് പറയുന്നത് എന്താ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ് അല്ലേ. ഫ്രഷ് ബ്യൂട്ടി, നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ബ്യൂട്ടിയൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യൂത്ത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും അല്ലേ. പിന്നെ വരുന്നത് എന്താണ് സമ്മർ. സമ്മറിൽ എന്താണ് യങ് അഡൾട്ട്ഹുഡ് ആണ് അല്ലേ. യങ് അഡൾട്ട്ഹുഡ് ആണ് സമ്മറിൽ. അതെന്താണ് വാംത്ത്, ചാം, വൈറ്റാലിറ്റി ആൻഡ് സ്റ്റേബിലിറ്റി. ഈ 4 കാര്യങ്ങളാണ് സമ്മർ സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഓട്ടം എന്ന് പറയുന്നതാണ് മിഡിൽ ഏജ്, അതായത് കുറച്ചൊക്കെ ഒരു മെച്ചുവർ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ. ഓട്ടം തണുപ്പ് കാലമല്ല, അപ്പോൾ അതിൻ്റെ ഓരോരോ മെച്യൂരിറ്റിയും മിഡിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് മിഡിൽ ഏജിനെയാണ് ഓട്ടം റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ഓട്ടം സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് മെച്ചുവർ ആയിട്ടുള്ള തോട്ട്സുകൾ. അത് മിഡിൽ ഏജ് അല്ല. അപ്പോൾ നമ്മൾ കുട്ടിത്വം വിട്ടു പിന്നെ അവസാനം ആ ഒരു വയസ്സും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു കാലഘട്ടം നമുക്ക് എഡ്യൂക്കേഷനും വിവാഹത്തിനും ഫാമിലിക്കും ഒക്കെ ഒരു ജോലിക്കും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് മിഡിൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓട്ടം മിഡിൽ ഏജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെച്ചുവർ തോട്ടാണ് ഓട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സീസണിൽ പോയറ്റുകളൊക്കെ എന്താണ് റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സീസണിനെ പറ്റി ഷേക്സ്പിയർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. A summer days in England would be a long sunny day, much wished for. എന്താണ് ഇംഗ്ലണ്ടിൽ സമ്മർ ഡേ എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള ഒരു സണ്ണി വെയിൽ നിറഞ്ഞുള്ള ലോങ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ. ഡേ മച്ച് വിഷ്ഡ് ഫോർ എന്താണ് കുറേ കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസങ്ങളാണ് എന്ത് സമ്മർ ഡേ എന്ന് പറഞ്ഞത് അല്ലേ. ദ സമ്മർ മന്ത്സ് ആർ സീൻ ആസ് ടൈം ഫോർ റീജോയ്സിങ്. എന്താണ് സമ്മർ മന്ത്സ് എന്ന് പറയുന്നത് റീജോയ്സിങ്ങിൻ്റെ ഡേയ്സുകൾ സമയമാണ് അല്ലേ. റെഫറൻസ് ടു ദ സൈക്ലിക്കൽ സീസൺ ആർ കൺവെൻഷണൽ സിംബൽസ് ഇൻ പോയട്രി. എന്താണ് ഈ സമ്മർ എന്ന് പറഞ്ഞത് എന്താണ് സൈക്ലിക്കൽ സീസണിൻ്റെ കൺവെൻഷണൽ ആയിട്ടുള്ള പോയട്രികളിലെ കൺവെൻഷണൽ സിംബൽസ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത് അല്ലേ. സീസൺ മേ ബി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹ്യൂമൻ ലൈഫിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ പല സ്റ്റേജസുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് സീസൺ എന്ന് പറഞ്ഞത് അല്ലേ. വിന്റർ സ്റ്റാൻഡ്സ് ഫോർ ഓൾഡ് ഏജ്, സ്പ്രിംഗ് സിഗ്നിഫൈസ് ബഡിങ് യൂത്ത്, whereas summer is the prime of the
or young adulthood, and autumn is the middle age. The seasons also could symbolize moods and stages of state of feelings. എന്താണ് സീസൺസ് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സിൻ്റെ സ്റ്റേറ്റുകളും അതേപോലെ നമ്മുടെ ലൈഫിലെ ഓരോരോ മൂഡ്സ് ഒക്കെ അതിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നതാണ് എന്ത് സീസൺസ് അല്ലേ. വിൻ്റർ സജസ്റ്റ് കോൾഡ്, ഡീജനറേഷൻ ആൻഡ് ഡെത്ത്. സ്പ്രിങ് ഓൺ ദ അതർ ഹാൻഡ്, സ്പ്രിങ് മറ്റൊരു ഹാൻഡിലാണ് അല്ലെ സജസ്റ്റ് ചെയ്യുന്നത്, ഈസ് സജസ്റ്റീവ് ഓഫ് എഫർവാസ്റ്റൻ ഫ്രഷ് ബ്യൂട്ടി. എന്താണ് ഫ്രഷ് ബ്യൂട്ടീനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. സമ്മർ സിഗ്നിഫൈസ് വാംത്, ചാം, വൈറ്റാലിറ്റി ആൻഡ് stability, even as autumn brings out moods of contemplation and mature thoughts. Keeping this as background, let us approach Shakespeare's Sonnet 18. നമുക്കിനി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. സമ്മേഴ്സ് ഡേ വിച്ച് ഈസ് മെൻറ്റ് ടു ബി ഫുൾ ഓഫ് എനർജി ആൻഡ് ലൈഫ്. എന്താണ് സമ്മർ ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ് ഫുൾ ഓഫ് എനർജിയുടെ നല്ല ഒരു ഫ്ലറിഷിങ് ആയിട്ടുള്ള ലൈഫിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് സമ്മർ എന്ന് പറയുന്നത് അല്ലേ. സമ്മർ ഡേയ്സ് മെൻറ്റ് ടു ബി ഫുൾ ഓഫ് എനർജി ആൻഡ് ലൈഫ്. ലൈഫും എനർജി നമ്മുടെ ജീവിതത്തിൻ്റെ എനർജീനെയൊക്കെ മെയിൻ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ത് സമ്മർ എന്ന് പറയുന്നത്. സോണറ്റ് 18 കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് സീസണിനെ പറ്റിയൊക്കെ ഉള്ള. ഈ പീരിയഡ് സജസ്റ്റ് റൊമാൻസ് ആൻഡ് പാഷൻ. ഈ ഒരു പീരിയഡ് എന്താണ് റൊമാൻസിനെയും പാഷനെയും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ത് സോണറ്റ് 18 സമ്മർ ഡേയ്സ് എന്നാണ് പറയുന്നത്. എന്താണ് പീരിയഡ് സജസ്റ്റ് റൊമാൻസ് ആൻഡ് പാഷൻ അല്ലേ. This period is also suggestive of romance and passion. The poet finds the comparison inadequate. That is why the addressed figure has much more than what a summer day can offer. എന്താണ് ഈ ഒരു അഡ്രസ്സ് ചെയ്ത ദിസ് ഈസ് വൈ ഇതുകൊണ്ടാണ് ഈ ഒരു ഫിഗർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ഒരു ക്യാരക്ടറിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബിലൗഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ഫിഗറിനെ എന്താണ് ഹാസ് മച്ച് മോർ ദാൻ വാട്ട് എ സമ്മർ ഡേ ക്യാൻ. സമ്മർ ഡേക്ക് ഓഫർ ചെയ്യുന്നതിലും കൂടുതൽ ആ ഒരു അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഫിഗറിന് ഓഫർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഈ ഒരു പോയത്തിൽ പറയണത് അല്ലേ. ദ ബിലൗഡ് ഈസ് മോർ ലവ്ലി ആൻഡ് ടെമ്പറേറ്റ്, ദസ് മോർ ഡിസൈറബിൾ ദാൻ സമ്മർ. എന്താണ് സമ്മറിനേക്കാൾ ഡിസൈറബിൾ ആണ് ആ ഒരു ബിലൗഡ് എന്ന് പറയുന്നത്. ലവ്ലി ആൻഡ് ടെമ്പറേറ്റ് ആണല്ലേ ആ ഒരു ക്യാരക്ടർ. പോയത്തിൽ കണ്ടോ, ദോ ആർട്ട് മോർ ലവ്ലി ആൻഡ് മോർ ടെമ്പറേറ്റ്, റഫ് വിൻഡ്സ് ഡു ഷേക്ക് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മേ, ആൻഡ് സമ്മേഴ്സ് ലീവ്സ് ഹാവ് ഓൾ ടു ഷോർട്ട് എ ഡേ, sometime too hot the eye of heaven shines, and often is his gold complexion dimmed, and every fair from fair something sometime declines by chance or nature's changing course untrimmed. But thy eternal summer shall not fade, nor lose possessions of that fair thou wast, nor shall death brag thou wonders is in his shades, when in eternal lines to time thou growest. So long as men can breathe or eyes can see, so long lives this, and this gives life to thee. എന്താണ് ആ ഒരു സമ്മർ സീസണിൻ്റെ ഒക്കെ ഓരോ ഫെയർനെസ്സിനെ പറ്റി അതേപോലെ ആ ബിലൗഡിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സോണറ്റ് 18 അദ്ദേഹം പറയുന്നത് അല്ലേ. റഫ് വിങ്സ് ഷെയ്ഡ് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മീ അല്ലേ. ആ ഒരു മെയിലുള്ള ആ ഒരു ബഡ് ചെയ്യുക, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ. മെയിലുള്ള ആ ഒരു ബഡ് ചെയ്യുന്ന ഡാർലിംഗ് ബഡ്സിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റഫ് വിങ്സ് ഡു ഷേക്ക്, ആ ഒരു റഫായിട്ടുള്ള ആ ഒരു വേനൽക്കാലത്ത് ആ ഒരു ചൂട് നിറഞ്ഞ വിൻഡ് എന്താണ് ആ ഒരു ഡാർലിംഗ് ബഡിനെ മെയിലുള്ള ആ ഡാർലിംഗ് ബഡിനെയൊക്കെ എന്താണ് ഷേക്ക് ചെയ്യുകയാണെന്നാണ് പറയണത് അല്ലേ. ആൻഡ് സമ്മേഴ്സ് ലീസ്റ്റ് ഹാത്ത് ഓൾ ടു ഷോർട്ട് എ ഡേ. എന്താണ് സമ്മറിൻ്റെ ആ ഒരു ലീസ് ഹാത്ത്, അതെന്താണ് ആ ഒരു സീസണിൻ്റെ ആ ഒരു ഷോർട്ട് ലീവ് തന്നെയാണ് പറഞ്ഞത് അല്ലേ. ആ ഒരു സീസൺ കഴിയുമ്പോഴേക്ക് വേറൊരു സീസൺ വരും, അതാണ് ഷോർട്ട് എ ഡേറ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത് അല്ലേ. സംടൈം ടു ഹോട്ട് ദ ഐ ഓഫ് ഹെവൻ ഷൈൻസ്. എന്താണ് ചില സമയത്താണ് ഭയങ്കര ചൂടായിരിക്കും അല്ലേ. ദ ഹൈസ് ഓഫ് ഹെവൻ ഷൈൻസ്, എന്താണ് കണ്ണിൻ്റെ ആ ഒരു ഹൈസ് ഓഫ് ഹെവൻ
സ്വർഗത്തിന്റെ കണ്ണുകൾ പോലും എന്താണ്, കണ്ണിന്റെ സ്വർഗം പോലും എന്താണ്, തിളങ്ങും എന്നാണ് പറയുന്നത്. ആ ഒരു ചൂട്, ടു ഹോട്ട് എന്നാണ് പറയുന്നത് അല്ലേ. ആൻഡ് ഓഫൺ ഇൻ ഹിസ് ഗോൾഡ് കോംപ്ലക്ഷൻ ഡിംഡ്, എന്താണ് ആ ഒരു ഗോൾഡ് കോംപ്ലക്ഷൻ ഒക്കെ ഡിം ആകും അല്ലേ. ആൻഡ് എവറി ഫെയർ ഫ്രം ഫെയർ സം ടൈം ഡിക്ലൈൻ, എന്താണ് എവറി ഫെയർ ഫ്രം ഫെയർ, ആ ഒരു ഫെയർ എന്നുള്ള എല്ലാ ഫെയർസും ചില സമയത്ത് എന്താണ് ഡിക്ലൈൻ ആകും അല്ലേ. ബൈ ചാൻസ് ഓൺ നേച്ചേഴ്സ് ചേഞ്ചിങ് കോഴ്സ് അൺട്രീംഡ് ബട്ട് ദൈ എറ്റേണൽ സമ്മർ ഷാൾ നോട്ട് ഫെയ്ഡ്, പക്ഷേ എന്നാൽ എന്താണ് ആ ഒരു എറ്റേണൽ ആയിട്ടുള്ള ആ സമ്മർ ഒരിക്കലും ഫെയ്ഡായി പോവില്ല, മാഞ്ഞു പോവില്ല എന്നാണ് പറയുന്നത് അല്ലേ. നോർ ലോസ് പൊസിഷൻസ് ഓഫ് ദാറ്റ് ഫെയർ ദോ ഓസ്റ്റ് നോ ഷാൾ ഡെത്ത് ബ്രാഗ് ദോ വണ്ടർ ഈസ് ഇൻ ഹിസ് ഷെയ്ഡ് വെൻ ഇൻ എറ്റേണൽ ലൈൻസ് ടു ടൈം ദോ ഗ്രോസ്, എന്താണ് ആ ഒരു എറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലോങ് ആസ് മാൻ ക്യാൻ ബ്രിങ്, എത്രത്തോളം മനുഷ്യന് ശ്വസിക്കാൻ ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നു, ഓർ ഐസ് ക്യാൻ എത്രത്തോളം കാണാൻ കഴിയുന്നു, ഓർ സോ ലോങ് ലീവ് എത്രത്തോളം ജീവിക്കാൻ കഴിയുന്നു, ആൻഡ് ദിസ് ഗിവ് ലൈഫ് ടു ദീ, എന്താണ് ഇത് നിനക്ക് ജീവിതം തരും എന്നാണ് പറയുന്നത്. ഇതാണ് ആ പോയത്തിൻ്റെ ജസ്റ്റ് ഒരു വരികളിലെ മീനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇന്നർ മീനിങ്ങുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സമ്മേഴ്സ് ലീസ് ഈസ് ഷോർട്ട്, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു സമ്മേഴ്സ് ലീസ് ഈസ് ഷോർട്ട് എന്നുള്ള ഒരു ലൈന്, അതിലെന്താണ് ഒരു ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള സീസൺ ആയാലും നമ്മുടെ പല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെയൊക്കെ ആ ഒരു കമ്പയർ ചെയ്തിട്ടാണ് അത് പറയുന്നത് അല്ലേ. ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു സീസൺ മാറുമ്പോഴേക്ക് വേറൊരു സീസൺ വരും. അപ്പോൾ ആ ഒരു സീസണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്, ഒരു സീസണിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ എന്താണ് ഷോർട്ട് ലിവ്ഡ് ആണ് അല്ലേ. സമ്മർ പേഴ്സോണിഫൈ ടു ഗോൾഡ് കോംപ്ലക്ഷൻ, ആ ഒരു സമ്മറിനെ പോയിട്ട് ഒരു ഗോൾഡ് കോംപ്ലക്ഷൻ ആയിട്ട് പേഴ്സോണിഫൈ ചെയ്യാണ് അല്ലേ. ഹീ പ്രൈസസ് ദ ബിലൗഡ്സ് ബ്യൂട്ടി, എന്താണ് അദ്ദേഹം ആ ഒരു ബിലൗഡിന്റെ ബ്യൂട്ടീനെയൊക്കെ എന്താണ് പ്രൈസ് ചെയ്യാണ് അല്ലേ, പ്രശംസിക്കുകയാണ് ഈ ഒരു വരി പോയത്തിലൂടെ അല്ലേ. Unlike summer which ends, the beloved's beauty is immortalized forever in his poetry, എന്താണ് unlike summer എന്ന് പറഞ്ഞത് സമ്മർ മാറി അടുത്ത സീസൺ വരും അല്ലേ. അപ്പൊ എന്താണ് സമ്മറിനെ പോലെയല്ല വിച്ച് ends, എന്താണ് അത് എൻഡ് ചെയ്യുന്നത്, സമ്മർ എൻഡ് ചെയ്യുന്ന പോലെയല്ല എന്ത്, ദ ബിലൗഡ്സ് ബ്യൂട്ടി ഈസ് ഇമ്മോർട്ടലൈസ്ഡ് ഫോർ എവർ ഇൻ ഹിസ് പോയട്രി, എന്താണ് അദ്ദേഹത്തിന്റെ പോയട്രികളിലുള്ള ആ ബിലൗഡിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഒരിക്കലും എന്താണ് എൻഡ് ചെയ്യില്ല അല്ലേ. അതെന്താണ് ഇമ്മോർട്ടൽ ആണ്, അതായത് അനശ്വരമാണ്, നശിക്കാത്തതാണെന്നാണ് പറയുന്നത് അല്ലേ. അൺലൈക്ക് സമ്മർ വിച്ച് എൻഡ്സ്, എന്താണ് സമ്മറിലെ പോലെയല്ല, ഇത് എൻഡ് ചെയ്യുന്ന പോലെയല്ല. The beloved's beauty is immortalized forever in his poetry. പോയട്രികളിലെ ബിലൗഡിന്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും നശിക്കില്ല. ഇറ്റ് ഈസ് ഇമ്മോർട്ടലൈസ്ഡ്. സീസൺസ് എന്താണ് അതിനൊരു എൻഡ് ഉണ്ടാവും, അത് മാറി വേറെ വരും, അങ്ങനെ അതിങ്ങനെ സൈക്ലിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പക്ഷേ പോകും അല്ലേ. പക്ഷെ എന്താണ് ആ ഒരു പോയറ്റ് കൊടുത്തിട്ടുള്ള പേഴ്സന്റെ അല്ലെങ്കിൽ ബിലൗഡിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഫെയ്ഡ് അവേ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻഡ് അല്ലേ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലവ്. ഈ ഒരു പോയം സോണറ്റ് 18 എന്ന് പറഞ്ഞത് സീസണിനെ പറ്റിയാണെങ്കിലും എന്താണ് ഇതെന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞത്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലവ്, പ്രണയത്തെ പറ്റിയാണ് ഈ ഒരു സോണറ്റ് 18 ഷേക്സ്പിയർ പറയുന്നത്. സോണറ്റ് 18 ഷേക്സ്പിയർ ഡെപ്പിക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. പോയറ്റ് റീകൗണ്ടിങ് ദ ക്വാളിറ്റീസ് ഓഫ് ദ ബിലൗഡ്, എന്താണ് പോയറ്റ് എന്താണ് ആ ഒരു ബിലൗഡിന്റെ ക്വാളിറ്റീസ് ഒക്കെ റീകൗണ്ട് ചെയ്യാണ് അല്ലേ. പോയറ്റ് എന്താണ് ബിലൗഡിന്റെ ക്വാളിറ്റീസ്, ബിലൗഡിനുള്ള പല തരത്തിലുള്ള ക്വാളിറ്റീസ് ഒക്കെ എന്താണ് റീകൗണ്ട് ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ. സോണറ്റ് ഈസ് ലിറിക്കൽ ആൻഡ് സോഫ്റ്റ്, എന്താണ് ഈ ഒരു സോണറ്റ് 18 എന്ന് പറഞ്ഞത് എന്താണ് വളരെ നല്ല ലിറിക്കലും ആണ്, അതേപോലെ സോഫ്റ്റും ആണ് അല്ലെ. നമുക്ക് വായിച്ചാൽ ഏകദേശം മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു സോണറ്റ് എഴുതിയിട്ടുള്ളത്. വരികൾക്കൊക്കെ നല്ല നല്ല രസമുള്ള വരികളാണ് അല്ലേ. തീംസ് എന്താണ് ലവ്സ് എറ്റേണൽ പ്രസൻസ് ആൻഡ് ലവ് ഈസ് കോൺസ്റ്റന്റ്, എന്താണ് ഈ ഒരു സോണറ്റ് 18 തീം എന്ന് പറയുന്നത് എന്താണ് ലവ്സ് എറ്റേണൽ പ്രസൻസ്, ആ ഒരു പ്രണയത്തിന്റെ എറ്റേണൽ ആയിട്ടുള്ള പ്രസൻസിനെയാണ് കാണിക്കുന്നത്. അതായത് എറ്റേണൽ എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാത്ത പ്രണയത്തിന്റെ ആ ഒരു അവസാനമില്ലാത്ത ആ ഒരു പ്രസൻസ്, പ്രണയം ഏതൊരു കാലഘട്ടത്തിലും പ്രണയം എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്നത് ആ ഒരു ലവാണ്. ഇറ്റ് ഈസ് എറ്റേണൽ, അതിനൊരു അന്ത്യമില്ല അല്ലെ, അല്ലെങ്കിൽ അതിനൊരു അവസാനമില്ല എന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ് ലവ്സ് എറ്റേണൽ പ്രസൻസ്. അതിനെയാണ് എന്താണ് ഈ ഒരു സോണറ്റ് 18
തീമായിട്ട് പറയുന്നത് ലവ് ഈസ് കോൺസ്റ്റന്റ് എന്നാണ്. പ്രണയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന് ഒരു വ്യതിചലനം ഒന്നുമില്ല അല്ലേ. ലവ് ഈസ് കോൺസ്റ്റന്റ്. ഹി അതേഴ്സ് ടു ദ കൺവെൻഷണൽ ഐഡിയ ഓഫ് ലവ്. എന്താണ് അദ്ദേഹം എന്താണ് പറയുന്നത്? ഹി അതേഴ്സ് ടു ദ കൺവെൻഷണൽ ഐഡിയ ഓഫ് ലവ്. എന്താണ് ആ ഒരു പ്രണയത്തിൻ്റെ കൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയാസ് ആണ് ഈ ഒരു പോയത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സൊണറ്റിലൂടെ ഷേക്സ്പിയർ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ. The use of words. The sonnet is lyrical and soft in its use of words. അല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർഡ്സിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് ലിറിക്കലും സോഫ്റ്റും ആണ് സൊണറ്റ്. ഇറ്റ് ഈസ് ഇവോക്കേറ്റീവ്. എന്താണ് അതൊരു ഇവോക്കേറ്റീവ് ആണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. യൂസ് ഓഫ് വേർഡ്സ് സച്ച് ആസ് ബ്രീത്ത് ആൻഡ് സീ ഇൻ ദ കപ്ലെറ്റ്. ആ ഒരു കപ്ലെറ്റ് ലാസ്റ്റ് 2 ലൈൻസിൽ കാണുന്ന ബ്രീത്തും സീ എന്ന് പറഞ്ഞ 2 വേർഡ്സ് എന്താണ്? Bring alive the character of the lover and the beloved and establish nature of their love. ഈ ഒരു ബ്രീത്ത് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള 2 വേർഡ്സിനെ അദ്ദേഹം എങ്ങനെയാണ് പറയണത്? അലൈവ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ലവ്. എന്താണ് ആ ഒരു ലവറിൻ്റെയും ബിലൗഡിൻ്റെയും ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ആൻഡ് എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദർ ലവ്. അവരുടെ 2 പേരുടെയും പ്രണയത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഈ ഒരു 2 വേർഡ്സ് ആയിട്ട് ബ്രീത്ത് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള 2 വേർഡ്സ്. Certainly it is one-sided expression, for we have no way of knowing what the beloved thinks and feels. It is the poet and his experience that is the center of the sonnet. ഇതാണ് അവർക്ക് 2 പേർക്കും ഇറ്റ് ഈസ് വൺ സൈഡഡ് ഇതെന്ന് പറയുന്നത് വൺ സൈഡഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് അല്ലേ. ഫോർ വി ഹാവ് നോ ഓഫ് നോയിങ് വാട്ട് ദ ബിലൗഡ് തിങ്സ് ആൻഡ് ബിലൗഡിന് എന്താണ് ഫീൽ ചെയ്യുന്നത് തിങ്ക് ചെയ്യുന്നത് നമുക്കറിയില്ല. ഒരു വൺ സൈഡിലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. പോയറ്റ് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോയറ്റിൻ്റെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സോണറ്റിൽ സെൻട്രലൈസ് ചെയ്യുന്നത് അല്ലേ. ദ തീം ഓഫ് സോണറ്റ് ഈസ് എറ്റേണൽ ലവ്, എറ്റേണൽ പ്രസൻസ്, ലവ്സ് എറ്റേണൽ പ്രസൻസ്, ഹൗ ഇറ്റ് ക്യാൻ ബി ബിക്കം ഇമ്മോർട്ടലൈസ്ഡ് ഇൻ പോയട്രി. ലവ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഇംപെർമേയബിൾ, സോ ഈസ് പോയട്രി ടു. പോയട്രിയും അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്. പ്രണയം കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ പോയട്രിയും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 പറയുന്ന കാര്യങ്ങൾ. സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസ് ആണ്. ഒട്ടുമിക്ക ഷേക്സ്പിയറിൻ്റെ സോണറ്റിലെയും റൈമിങ് സ്കീം എന്ന് പറയുന്നത് ABAB CD EF EF GG ആണ് കേട്ടോ. അതായത് 3 ക്വാർട്ടറൈൻസും ഒരു കപ്ലെറ്റോട് കൂടി, അതായത് 4 ലൈൻസ് അതാണ് ക്വാർട്ടറൈൻസ് ആയിട്ട് പറയുന്നത്. ആദ്യത്തെ 4 ലൈൻസ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറൈന്, സെക്കൻഡ് 4 ലൈൻസ് സെക്കൻഡ് ക്വാർട്ടറൈന്, തേർഡ് 4 ലൈൻസ് തേർഡ് ക്വാർട്ടർ, അങ്ങനെ 3 ക്വാർട്ടറൈൻസും പിന്നെ 2 വരികളുള്ള ഒരു കപ്ലെറ്റുമാണ് അദ്ദേഹത്തിൻ്റെ സൊണറ്റുകൾ എന്ന് പറഞ്ഞത് കേട്ടോ. തീംസ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ കൊടുക്കുന്ന തീംസുകളാണ് ഇതൊക്കെ. മാരേജ്, ഫാമിലിയൽ ഹാർമണി, ലവ്, ടൈം, ഐഡിയ ഓഫ് ലവ്, പിന്നെ ഫെയിം, സീസൺസ്. ഇതാണ് സോണറ്റ് 18. നമുക്കിനി 2 സോണറ്റും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. സോണറ്റ് 55ഉം 65ഉം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോണറ്റ് 55 ആണ് കേട്ടോ. ഷേക്സ്പിയറുടെ സോണറ്റ് 55 ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇൻ ദിസ് സോണറ്റ് ഷേക്സ്പിയർ അഡ്രസ്ഡ് ടു എ ഹാൻസം യങ് മാൻ. എന്താണ് ഈ ഒരു സോണറ്റിൽ ഒരു ഹാൻസം ആയിട്ടുള്ള യങ് മാനെയാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ബിഗിൻസ് എ നോട്ട് ഓഫ് കോൺഫിഡൻസ് വിത്ത് റെസ്പെക്ട് ടു ഹിസ് വേർഡ്സ്. എന്താണ് ഈ ഒരു സോണറ്റിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരികൾക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള നോട്ടോട് കൂടിയാണ് ഈ ഒരു സോണറ്റ് തുടങ്ങുന്നത് അല്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർബിൾ റെഫേഴ്സ് ടു ടോംബ് ഓഫ് കിങ്. എന്താണ് ഇതിൽ കുറേ വേർഡ്സ് കൊടുക്കുന്നുണ്ട്. മാർബിൾ, ഗിൽഡഡ് മോണുമെന്റ്സ്, അങ്ങനെ കുറേ വേർഡ്സുകൾ. അപ്പോൾ എന്താണ് ഈ ഒരു ഗിൽഡഡ് മോണുമെന്റ്സ്, മാർബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് റെഫർ ചെയ്യുന്നത് ടു ദ ടോംബ് ഓഫ് കിങ്സ്. അതായത് രാജാക്കന്മാരുടെ ശവ കുടീരങ്ങളായതിനെ റെഫർ ചെയ്യുന്നത് അല്ലേ. ടോംബ് ഓഫ് കിങ്സ്, മാർബിൾസ് ഒക്കെ റെഫർ ചെയ്യുന്നത് എന്താണ്? ടോംബ് ഓഫ് കിങ്സ്. Tomb of kings that gilded effigies of the monarchs such as found on a sarcophagus. This fine detailing on figures of prince in the sonnet appear weak and
പെയിൽ ബിഫോർ ദ പവർ ഓഫ് പോയട്രി. എന്താണ് ആ ഒരു പോയട്രിയുടെ പവറിന്റെ മുന്നിൽ എന്താണ് ഈ ഫിഗേഴ്സ്, പ്രിൻസസിന്റെ ഈ ഫിഗേഴ്സ് ഒക്കെ എന്താണ് ഒരു വീക്കായിട്ടും പെയിലായിട്ടാണ് അപ്പിയർ ചെയ്യണത് അല്ലേ. വളരെ വീക്കും പെയിലും ആയിട്ടാണ് ഫിഗേഴ്സ് ഓഫ് പ്രിൻസസിന്റെ ഒക്കെ ഫിഗേഴ്സ് എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ പോയട്രിയുടെ പവറിന്റെ മുന്നിൽ വളരെ വീക്കും പെയിലും ആണെന്നാണ് പറയുന്നത് കേട്ടോ. പോയട്രി പ്രിസർവ് ദ ഒബ്ജക്റ്റ് ഓഫ് ഹിസ് അഫെക്ഷൻ. എന്താണ് പോയട്രി അദ്ദേഹത്തിന്റെ ഒരു അഫെക്ഷൻ, അദ്ദേഹത്തിന്റെ അഫെക്ഷന്റെ ഒബ്ജക്റ്റിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ പോയട്രി എന്ന് പറയുന്നത്. യു ഷാൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഷാൾ ഇതിലുണ്ട് ഒരു ലൈന്, യു ഷാൾ ഷൈൻ ബ്രൈറ്റ് ഇൻ ദീസ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. തേർഡ് ലൈൻ, ബട്ട് യു ഷാൾ ഷൈൻ മോർ ബ്രൈറ്റ് ഇൻ ദീസ് കണ്ടന്റ്. ഈ ആ ഒരു ലൈൻ എന്താണ് പറയുന്നത്? ഇറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫൈൻ ആർട്ടിസ്റ്റിക് വർക്ക് ആൻഡ് ഹിസ് പോയട്രി. ഇതിൽ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് വർക്കിനെയും അദ്ദേഹത്തിന്റെ പോയട്രിയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നടത്തുക. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കമ്പാരിസൺ ആണ് ആ ഒരു വരിയോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലേ. യു ഷാൾ ഷൈൻ മോർ ബ്രൈറ്റ് ഇൻ ദീസ് കണ്ടന്റ്. എന്താണ് ദീസ് ലൈൻസ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫൈൻ ആർട്ടിസ്റ്റിക് വർക്ക് ആൻഡ് ഹിസ് പോയട്രി. അദ്ദേഹത്തിന്റെ ഫൈൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് വർക്കും അതേപോലെ അദ്ദേഹത്തിന്റെ പോയട്രിയും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുകയാണ് അല്ലേ. ഹി ഇക്വേറ്റ് ഹിസ് വേഴ്സ് വിത്ത് നാച്ചുറൽ ഒബ്ജക്റ്റ്. എന്താണ് ഈ ഒരു സോണറ്റിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വേർഡ്സ്, അദ്ദേഹത്തിന്റെ വരികൾ നാച്ചുറൽ ഒബ്ജക്റ്റുമായിട്ട് എന്താണ് ഇക്വേറ്റ് ചെയ്യാണ് അല്ലെ, താരതമ്യം ചെയ്യാണ്. ഹി ഇക്വേറ്റ് ഹിസ് വേഴ്സ് വിത്ത് എ നാച്ചുറൽ ഒബ്ജക്റ്റ്. നാച്ചുറൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സോണറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഒബ്ജക്റ്റിനെ എന്താണ് അദ്ദേഹത്തിന്റെ വേർഡ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് ആര്? ഷേക്സ്പിയർ. ഈ ഒരു പോയത്തിൽ ഒരു സ്ലട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമുക്ക് കാണാം അല്ലെ. സ്ലട്ടിഷ് എന്ന് പറഞ്ഞിട്ടുള്ള, എന്താണ് ഈ സ്ലട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ വിമൺ ഓഫ് ഡേർട്ടി. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ സ്ലട്ട് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? എ വിമൺ ഓഫ് ഡേർട്ടി, അതായത് ഒരു വൃത്തിയില്ലാത്ത സ്ത്രീ എന്നുള്ള ഒരു മീനിങ് ആണ് സ്ലട്ട് എന്നുള്ളത്. ഇതിൽ എന്താണ് സ്ലട്ടറി എന്നുള്ള ഒരു വേർഡ് നമുക്ക് പോയത്തിൽ കാണാം അല്ലെ. ഒരു സോണറ്റിൽ നമുക്ക് കാണാം എന്താ സ്ലട്ടിഷ് ടൈം. ദാൻ അബ്സ്വേറ്റ് സ്റ്റോൺ ബെസ്മിയേർഡ് വിത്ത് സ്ലട്ടിഷ് ടൈം അല്ലെ. അപ്പൊ ഈ സ്ലട്ടറി അല്ലെങ്കിൽ സ്ലട്ടിഷ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സജസ്റ്റഡ് അൺഫെയ്ത്ത്ഫുൾനെസ് എസ്പെഷ്യലി ഇൻ വിമൺ ഇൻ ഷേക്സ്പിയേഴ്സ് ടൈം. എന്താണ് ആ ഒരു സ്ലട്ടിഷ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സജസ്റ്റഡ് അൺഫെയ്ത്ത്ഫുൾ, എന്താണ് ഫെയ്ത്ത്ഫുൾ അല്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് സ്ലട്ടിഷ് എന്നുള്ളത്. എക്സ്പെഷ്യലി ഇൻ വിമൺ ഇൻ ഷേക്സ്പിയേഴ്സ് ടൈം. എന്താണ് പ്രത്യേകിച്ച് ഷേക്സ്പിയറിന്റെ ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളെയാണ് ആ ഒരു സ്ലട്ടിഷ് അല്ലെങ്കിൽ സ്ലട്ടറി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സജസ്റ്റ് അൺഫെയ്ത്ത്ഫുൾനെസ്, എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത എന്നുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ. ഇതില് ബിലൗഡ് ഷാൾ ഷൈൻ വൈൽ ദ സ്റ്റോൺ കവേർഡ് വിത്ത് ഗ്രിം കോസ്ഡ് ബൈ ടൈം. എന്താണ് കാലം തീർത്ത ആ ഒരു ഗ്രിമ്മ്, എന്താണ് സ്റ്റോണിലൊക്കെ ഗ്രിമ്മ് കവേർഡ് ആണ് അല്ലേ. എന്താണ് ബിലൗഡ് ഷാൾ ഷൈൻ വൈൽ ദ സ്റ്റോൺ. എന്താണ് ആ ഒരു സ്റ്റോൺ, ആ കല്ല് എന്താണ് ഗ്രിമ്മ്, അഴുക്ക് അല്ലെങ്കിൽ ആ അഴുക്ക് കൊണ്ട് നിറഞ്ഞെന്നുണ്ടെങ്കിൽ സമയം കാരണം ആ ഒരു കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ എന്ത് സാധനം അഴുക്ക് പിടിക്കില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റോണ് അഴുക്കുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബട്ട് എന്താണ് ബിലൗഡ് ഷാൾ ഷൈൻ വൈൽ ദ സ്റ്റോൺ. ആ ഒരു നമ്മുടെ ബിലൗഡ് എല്ലായ്പ്പോഴും ഷൈൻ ചെയ്യും അല്ലെ. വൈൽ ദ സ്റ്റോൺ കവേർഡ്, എന്താണ് ആ ഒരു സ്റ്റോൺ കവേർഡ്, ആ ഒരു ഗ്രിമ്മ് കൊണ്ട് സ്റ്റോൺ കവേർഡ് ആണെങ്കിലും എന്താണ് ആ ഒരു ബിലൗഡ് എന്താണ് ഓൾവേസ് ഷൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. ബിലൗഡ് ഷാൾ ഷൈൻ വൈൽ ദ സ്റ്റോൺ കവേർഡ് വിത്ത് ഗ്രിം കോസ്ഡ് ബൈ ടൈം. സമയത്തിന്റെ ആ ഒരു കാരണത്താല് സ്റ്റോണ് ഗ്രിമ്മുമായിട്ട് കവേർഡ് ആണെങ്കിലും എന്താണ് എന്നിരുന്നാലും എന്താണ് ബിലൗഡ് ഷാൾ ഷൈൻ അല്ലേ. ബിലൗഡ്, ആ സ്നേഹിക്കപ്പെടുന്ന ആളെപ്പോഴും ഷൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. എറ്റേണൽ യൂത്ത് റിഫ്ലക്ട് ഓൺ ദ ബിലൗഡ് ആൻഡ് ഹിസ് വേർഡ്സ്. എന്താണ് എറ്റേണൽ ആയിട്ടുള്ള യൂത്ത് അല്ലെ, ആ നശിക്കാത്ത ആ ഒരു യൂത്ത് എന്തിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്?
ഓൺ ദ ബിലൗഡ് ആൻഡ് ഹിസ് വേർഡ്സ്. ആ ഒരു നശിക്കാത്ത ആ ഒരു യൗവനം, യൂത്ത് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ബിലൗഡിനെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ സോണറ്റിലെ വേഴ്സുകളെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. എറ്റേണൽ യൂത്ത് റിഫ്ലക്റ്റ് ദ ബിലൗഡ് ആൻഡ് ഹിസ് വേർഡ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ വാർ ആൻഡ് ബ്രോയിൽസ്. എന്താണ് ഈ ഒരു പോയംസ് സോണറ്റ് 55 എന്താണ് റെഫർ ചെയ്യുന്നത്, ടു ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ വാർ ആൻഡ് ബ്രോയിൽസ്. യുദ്ധങ്ങളൊക്കെ കാരണമുള്ള ഡിസ്ട്രക്ഷനെയാണ് ഈ ഒരു സോണറ്റ് 55 റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് അല്ലേ. ബ്യൂട്ടി ഓഫ് ഹിസ് സോണറ്റ് ഔട്ട്ലീവ് ദം എന്നാണ് ഈ ഒരു കാര്യങ്ങൾ ഇതൊക്കെ വാറ് കോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ട്രക്ഷൻ ഒക്കെ എന്താണ്, അതിലൊക്കെ എന്താണ് ആ ഒരു സോണറ്റിൻ്റെ ബ്യൂട്ടി അതിനൊക്കെ എന്താണ് ഔട്ട്ലീവ്, അതിനൊക്കെ ഒരു ജീവിതം കൊടുക്കുകയാണ് അല്ലെ, ലൈഫ് കൊടുക്കുകയാണ്. ബ്യൂട്ടി ഓഫ് ഹിസ് സോണറ്റ് ഔട്ട്ലീവ് ദം. പോയറ്റ് റെസ്റ്റസ് ഹിസ് കേസ് ബൈ മേക്കിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ലവ് ദ ജഡ്ജ് ഓഫ് ഹിസ് വേർഡ്സ്. എന്താണ് പോയറ്റ് എന്താണ് ലാസ്റ്റ് റെസ്റ്റസ് ഹിസ് കേസ്, അദ്ദേഹത്തിൻ്റെ ആ കേസ് അദ്ദേഹം ഒന്ന് റെസ്റ്റ് ചെയ്യാനല്ല നിർത്തിവെക്കുകയാണ്. ബൈ മേക്കിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ലവ് ദ ജഡ്ജ് ഓഫ് ഹിസ് വേർഡ്സ്. ആ ഒരു എന്താണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ വേർഡ്സിൻ്റെ ജഡ്ജായിട്ട് കൺസിഡർ ചെയ്യാണ് എന്ത്, ദ ഒബ്ജക്റ്റ് ഓഫ് ലവ്. ആ ഒരു ലവിനെ അദ്ദേഹത്തിൻ്റെ വരികളുടെ ജഡ്ജായിട്ട് മേക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു ഇതിലൂടെ എന്താണ് അദ്ദേഹം എന്താണ് അതൊന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസ് എന്താണ് റെസ്റ്റ് ചെയ്യാനല്ലേ. ദ പോയറ്റ് റെസ്റ്റസ് ഹിസ് കേസ് ബൈ മേക്കിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ലവ് ദ ജഡ്ജ് ഓഫ് ഹിസ് വേർഡ്സ്. ആ ഒരു ലവ്, ദ ഒബ്ജക്റ്റ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ അദ്ദേഹത്തിൻ്റെ വരികളുടെ ജഡ്ജായിട്ട് കൺസിഡർ ചെയ്യാണ് അല്ലേ. ഇത്രയൊക്കെയാണ് ഈ സോണറ്റ് 55 ഷേക്സ്പിയർ പറയുന്നത്. As the poet is reinforced as much the undying life of poetry as he is lauding the beauty of the beloved, it stays in the lover's eye and cannot be stained and gets commemorate in the poem. അല്ലേ, ഇതിലെന്താണ് മെയിനായിട്ട് സോണറ്റ് 55 റെഫർ ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്, ആ ഒരു വേഴ്സിന് അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ വരികളെ പറ്റിയാണ് കൊടുക്കുന്നത്. ആ ഒരു പോയം പോയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരികൾ എന്താണ്, അതിന് കാലാകാലം അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. വേറെ എന്തൊക്കെ പോയാലും എന്തൊക്കെ നശിച്ചാലും ആ ഒരു പോയത്തിൻ്റെ ആ ഒരു ഭംഗി, ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നശിക്കില്ല എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്കും പോയട്രി ഇതൊക്കെ തമ്മിലുള്ള റിലേഷനും ഡിഫറൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഈ ഒരു സോണറ്റ് 55 പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് സോണറ്റ് 65. എല്ലാ സോണറ്റിലും റൈമിങ് സ്കീം സെയിം ആണ് കേട്ടോ. AB CD EF GG ഇതാണ് സോണറ്റ് ഷേക്സ്പിയറിൻ്റെ സോണറ്റ് ഫോമിലെ റൈമിങ് സ്കീം. സോണറ്റ് 55 നോക്കിയാലും നമുക്ക് മനസ്സിലാവാം. മോണമെന്റ്സ് റൈം മോണമെന്റ്സ് കണ്ടന്റ് റൈം ടൈം ഓവർടേൺ ബേൺ മാസറി മെമ്മറി enmity പ്രോസ്ചെരിറ്റി റൂം ഡൂം അറൈസ് ഐസ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോണറ്റ് 65 ആണ് കേട്ടോ. സോണറ്റ് 65 എന്താണ്, സ്പീക്സ് അബൌട്ട് ദ പവർ ഓഫ് സാഡ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത്, മരണം എന്നാണ് കേട്ടോ. സ്പീക്സ് അബൌട്ട് ദ പവർ ഓഫ് സാഡ് മോർട്ടാലിറ്റി അല്ലേ. സോണറ്റ് 65 ഡെത്തിനെ പറ്റിയാണ് ഷേക്സ്പിയർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലേ. In this sonnet extend the theme of time as elaborate in sonnet 64. In 65 Shakespeare speaks of the power of sad mortality അല്ലേ. ആ ഒരു മോർട്ടാലിറ്റിയുടെ അതായത് ആ ഒരു മരണത്തിൻ്റെ ആ ഒരു ദുഃഖം നിറഞ്ഞ മരണത്തെ പറ്റിയാണ്, അതിൻ്റെ ആ പവറിനെ പറ്റിയാണ് ഷേക്സ്പിയർ സോണറ്റ് 65 ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. Brass, stone, earth and vast sea succumb to its power അല്ലേ. എന്താണ് ആ ഒരു മോർട്ടാലിറ്റിയുടെ പവറിൽ എന്താണ് ബ്രാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പിച്ചള എന്നാണ് അർത്ഥം. അതേപോലെ സ്റ്റോണ്, എർത്ത്, സീ ഇതൊക്കെ എന്താണ് അത്രയും ഹാർഡായിട്ടും അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇതൊന്നും ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് നശിക്കാത്ത കാര്യങ്ങൾ. പക്ഷെ എന്താണ്
ഈ ഒരു പവറിൻ്റെ, അതായത് മോർട്ടാലിറ്റിയുടെ അല്ലെങ്കിൽ ഡെത്തിൻ്റെ ആ മുന്നിൽ ഇതൊക്കെ എന്താണ്, സക്കം ചെയ്യാണ് അല്ലെ, മുട്ടുകുത്തുകയാണ് അല്ലെ. ബ്രാസ്, സ്റ്റോൺ, എർത്ത്, സീ സക്കം ടു ഇറ്റ്സ് പവർ, അതിൻ്റെ ആ ഒരു മോർട്ടാലിറ്റിയുടെ ആ ഒരു പവറിൽ ഇവയെല്ലാം എന്താണ്, സക്കം ചെയ്യാണ് അല്ലെ. ഹണീഡ് ബ്രീത്ത്, ഇവിടെ ഒരു ഹണീഡ് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ടല്ലേ, അതെന്താണ് പറയുന്നത്, ഹണീഡ് ബ്രീത്ത്, ഹണി ബ്രീത്ത്. ഹോ ഷാൾ സമ്മേഴ്സ് ഹണി ബ്രീത്ത് ഹോൾഡ് ഔട്ട്, ആ ഒരു 5-ാമത്തെ ലൈനിലാണ് കേട്ടോ ആ ഒരു ഇത് വരുന്നത്. ഹണീഡ് ബ്രീത്ത് എന്ന് പറഞ്ഞത് ഇറ്റ് സിംബലൈസ് ജോയ് ആൻഡ് ലവ്. എന്താണ് ഹണീഡ് ബ്രീത്ത് എന്ന് പറഞ്ഞുള്ള ആ ഒരു വേർഡ് സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്, ജോയ് ആൻഡ് ലവ്, സന്തോഷത്തെയും അതേപോലെ പ്രണയത്തെയുമാണ്. ഡെത്ത് മേ അപ്പിയർ ബോത്ത് ഫിയർഫുൾ ആൻഡ് സാഡ്. എന്താണ് ഡെത്ത് എങ്ങനെയാണ്, ഫിയർഫുൾ, മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പെടുത്തുന്നു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ പോയറ്റും അങ്ങനെ തന്നെയാണ്. ഡെത്ത് മേ അപ്പിയർ ബോത്ത് ഫിയർഫുൾ ആൻഡ് സാഡ്. ഡെത്ത് ചിലപ്പോൾ എന്താണ് അപ്പിയർ ചെയ്യുന്നത്, ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഒന്നില്ലെങ്കിൽ രണ്ടായിട്ടും അല്ലെ. ബോത്ത് ഫിയർഫുൾ ആൻഡ് സാഡ്, പേടിപ്പെടുത്തുന്നു അതേപോലെ ദുഃഖിപ്പിക്കുന്നതുമാണ് എന്ത്, ഡെത്ത് എന്നാണ് പറയുന്നത് അല്ലെ. അവെയർനെസ് ഓഫ് ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ക്രിയേറ്റ്സ് ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഇൻ ദ പോയറ്റ്. എന്താണ് ആ ഒരു ഡെത്തിൻ്റെ ഇന്നെവിലിറ്റബിലിറ്റിയെ പറ്റിയുള്ള ആ ഒരു അവയർനെസ്, ഇന്നെവിലിറ്റബിലിറ്റിയുള്ള അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ക്രിയേറ്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഇൻ ദ പോയറ്റ്. ആ ഒരു പോയറ്റിൽ ആ ഒരു ഡെത്തിൻ്റെ ഇൻഎവിറ്റബിലിറ്റിനെ എന്താണ്, അതിൻ്റെ ആ ഒരു അവയർനെസ്സിനെ പോയറ്റിൽ എന്താണ് ഒരു സാഡ്നെസ് എന്ന് നമ്മളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ആ ഒരു ഡെത്തിൻ്റെ ആ ഒരു അനശ്വരതയെ എന്താണ്, അതിൻ്റെ ആ ഒരു അവയർനെസ്സിനെ പോയറ്റിൽ ഒരു സാഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടമായിട്ടുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഡെത്ത് ഇവോക്സ് സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് സീൻ ഇൻ ഡീജനറേഷൻ. എന്താണ് ഡെത്ത്, എന്താണ് ഒരു ഹെൽപ്ലെസ്, നിസ്സഹായാവസ്ഥയിലാണൊക്കെയാണ് നമുക്ക് എത്തിച്ചേർക്കുന്നത് അല്ലേ. ഡെത്ത് ഇവോക്ക് സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് സീൻ ഇൻ ഡീജനറേഷൻ. ഡീജനറേഷനിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്, ഡെത്ത് എന്ന് പറയുന്നത് അല്ലേ. ടൈം ഡീകേ, റോക്ക് ഇംപ്രഗ്നബിൾ, ഗേറ്റ്സ് ഓഫ് സ്റ്റീൽ. അങ്ങനെ ഒരു 3 വേർഡ്സ് നമുക്ക് പോയത്തിൽ കാണാം അല്ലേ. നോർ ഗേറ്റ് ഓഫ് സ്റ്റീൽ സോ സ്ട്രോങ് ബട്ട് ടൈം ഡീക്കേസ് അല്ലേ. എന്താണ് ആ ഒരു ഗേറ്റ്സ് ഓഫ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഗേറ്റ്സ്, അതേപോലെ റോക്സ്, പിന്നെ ടൈം ഡീക്കെ, ഈ ഒരു വേർഡ്സ് ഒക്കെ എന്താണ്, ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്, ഫെയിൽ ടു വിത്ത് സ്റ്റാൻഡ് ടൈംസ് നേച്ചുറൽ കോഴ്സ്. അതായത് ഇതൊക്കെ എന്താണ് ഡെത്തിൻ്റെ മുന്നിൽ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ ടൈംസ് നേച്ചുറൽ കോഴ്സ്, ആ സമയത്തിൻ്റെ നേച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കോഴ്സ്, അതായത് ഡെത്തിൻ്റെ മുന്നിൽ എന്താണ് അവയൊക്കെ ഫെയിൽ ആവുകയാണ് അല്ലേ. Time decays, rocks impregnable, and gates of steel are failed to withstand time's natural course. Sad mortality replaced by fearful meditation. എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞു, സാഡ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞത് അതൊരു പവറാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. സാഡ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്, പവർ ഓഫ് സാഡ് മോർട്ടാലിറ്റിനെ പറ്റിയാണ് പോയം പറഞ്ഞത്. കുറച്ചും കൂടി എത്തുമ്പോൾ എന്താണത്, nor gates of steel so strong, but time decays, oh fearful meditation, were alike. Shall time's best jewel from time's chest lie hid. എന്താണ് ആ ഒരു മെഡിറ്റേഷനിലേക്ക് റീപ്ലേസ് ചെയ്യാണ് സാഡ് മോർട്ടാലിറ്റി. ഇൻ സോണറ്റ് സൂൺ ദ ഫീലിംഗ് ഓഫ് സാഡ് മോർട്ടാലിറ്റി, ആ ഒരു സാഡ് മോർട്ടാലിറ്റിയുടെ ഫീലിംഗ് എന്തിലേക്ക് റീപ്ലേസ് ചെയ്യാണ്, ഓ ഫിയർഫുൾ മെഡിറ്റേഷൻ, അതായത് പേടിപ്പെടുത്തുന്ന ഒരു മെഡിറ്റേഷനിലേക്ക് അതിനെ എന്താണ് റീപ്ലേസ് ചെയ്യണം അല്ലേ, ആ ഒരു സാഡ് മോർട്ടാലിറ്റിയെ. ദ തോട്ട് ഓഫ് ഡൂം ആൻഡ് ഡിക്ലൈൻ ലീവ്സ് ദ പോയറ്റ് ഫിയർഫുൾ. എന്താണ് ആ ഒരു ഡൂമിൻ്റെയും ഡിക്ലൈനിൻ്റെയൊക്കെ ആ ഒരു ചിന്ത എന്താണ് പോയറ്റിനെ ആ ഒരു പേടിപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് നയിക്കുകയാണ് അല്ലേ. He knows that even the best jewel that time has provided cannot hide away from the time's chest. It is observed that change in human life and body is inevitable and irreversible. എന്താണ് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഷാൾ ടൈംസ് ബെസ്റ്റ് ജ്വൽ ഫ്രം മറ്റുള്ള ഷാൾ ടൈംസ് ബെസ്റ്റ് ജ്വൽ ഫ്രം ദ ടൈംസ് ചെസ്റ്റ് ലൈസ് ഹിഡ്. ആ ഒരു വരി എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ്റെ, അതായത് ഇറ്റ് ഒബ്സർവ് ദാറ്റ്
ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ബോഡി, ആ ഒരു നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെയും ബോഡിയുടെയും ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇന്നെവിറ്റബിളും ഇറിവേഴ്സിബിളും, നമുക്ക് തിരിച്ച് കിട്ടാത്തതാണെന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് തിരിച്ച് കിട്ടാത്തതാണ്, ഇന്നെവിറ്റബിളുമാണ്, അതേപോലെ ഇറിവേഴ്സിബിളും ആണ് അല്ലേ. ചേഞ്ച് ഇൻ ഹ്യൂമൻ ബോഡി ആൻഡ് ലൈഫ് ഈസ് ഇന്നെവിറ്റബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഷേക്സ്പിയർ ആസ്ക് ഹു ക്യാൻ സ്റ്റോപ്പ് ഓർ ഫോർബിഡ് ദ ബ്യൂട്ടി ഫ്രം സ്പോയിൽ ആൻഡ് വിച്ച് സ്ട്രോങ് ഹാൻഡ് ആൻഡ് കെൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് ടൈം ആൻഡ് റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേറ്റ്. ആർക്കാണ് അതിനെ റിട്ടേൺ ചെയ്തത്? ഒരു പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആർക്കും കഴിയില്ല അല്ലേ. ആ ഒരു ബ്യൂട്ടീനെയും ആ ഒരു ഈ കാര്യങ്ങളെയൊക്കെ തിരിച്ച് നമ്മൾ ആ ചേഞ്ചസ്, ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസൊക്കെ നമുക്ക് തിരിച്ച് മാറ്റാൻ കഴിയുമോ? ഇല്ല അല്ലേ. നോ, നൺ ഈസ് ദ ഒബ്വിയസ് ആൻസർ. എന്താണ്? അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ ദ ഫോളോയിങ് ലൈൻ ഇൻ ദ സോണറ്റ് ദ വ്യൂ ഈസ് റിവേഴ്സ്ഡ്. എന്താണ്? ആ ഒരു ഇനി വരുന്ന ഫോളോയിങ് ലൈൻസിൽ എന്താണ് വ്യൂ എന്ന് പറഞ്ഞത്? എന്താണ്? റിവേഴ്സ്ഡ് ആണല്ലേ. ഓ ഹൂ ഹിസ് സ്പോയിൽ ഓഫ് ബ്യൂട്ടി ക്യാൻ ഫോർബിഡ് ഹോ നൺ അൺലെസ് ദീസ് മിറക്കിൾ ഹാവ് മൈറ്റ്. എന്താണ്? മിറക്കിളിന് ചിലപ്പോൾ കഴിയുമായിരിക്കും അല്ലേ. ദാറ്റ് ഇൻ ബ്ലാക്ക് ഇങ്ക് മൈ ലവ് മേ സ്റ്റിൽ ഷൈൻ ബ്രൈറ്റ്. എന്താണ്? ആ ഒരു പോയത്തിനെ പറ്റിയ പറഞ്ഞാൽ പോയത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് ഇങ്ക്, അതാണ് ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്നത്. പോയം എഴുതുന്ന ആ ബ്ലാക്ക് ഇങ്കിന് ചിലപ്പോൾ കഴിയുമായിരിക്കും. അതായത് ആ പോയം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഡെത്തിന് കീഴടങ്ങാം. പക്ഷെ പോയം എന്ന് പറയുന്നത് കാലാകാലം ആ ഒരു പോയം നിലനിൽക്കും അല്ലേ. അതോട്ടോ ഉദ്ദേശിക്കുന്നത്. ടൈം റെയിൻ സുപ്രീം ഓവർ ഓൾ ലൈഫ്. എന്താണ്? സമയം എന്ന് പറഞ്ഞത് നമ്മുടെ ഓവറോൾ ലൈഫിനെ റെയിൻ ചെയ്യുന്ന, ഭരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ടൈം റെയിൻസ് സുപ്രീം. എന്താണ്? ടൈം സുപ്രീം ആയിട്ട് എന്താണ് ഭരിക്കുകയാണ് ഓവറോൾ ലൈഫ്. എന്താണ്? ഓവറോൾ ലൈഫിൽ, ഓവറോൾ ആയിട്ട് നമ്മുടെ ലൈഫിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? സമയം അല്ലേ. ഇൻ പോയട്രി ലവ് ക്യാൻ ഷൈൻ ബ്രൈറ്റ്. എന്താണ്? പോയട്രിയിൽ ഞാൻ പറഞ്ഞില്ലേ, പോയട്രി എന്ന് പറഞ്ഞത് കാലാകാലം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഹ്യൂമൻ ബോഡിക്കും ലൈഫിനും നമ്മുടെ ഒക്കെ ചേഞ്ച് വരാം. പക്ഷെ എന്താണ്? പോയട്രി എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് എവർ ലാസ്റ്റിംഗ് അല്ലേ. ഇൻ പോയട്രി ലവ് ക്യാൻ ഷൈൻ ബ്രൈറ്റ്. പോയട്രിയിൽ എന്താണ്? ലവ് എന്ന് പറയുന്നത് ക്യാൻ ഷൈൻ ബ്രൈറ്റ്, നന്നായിട്ട് ഷൈൻ ചെയ്യും, നല്ല ഒരു വെളിച്ചത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്? ലവ് അല്ലേ. പ്രേമിക്കുന്ന ആൾ മരിച്ചാലും ആ ഒരു പോയട്രിയിൽ ഇല്ല ലവ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് കനോട്ട് ബി ഡെത്ത് അല്ലേ. പോയറ്റ് ഹോപ്സ് ഹിസ് റിട്ടൺ വേർഡ്സ് വിൽ ഹെൽപ്പ് പ്രിസർവ് ദ മെമ്മറി ഓഫ് ബ്യൂട്ടി ഈവൻ ആഫ്റ്റർ എവറിത്തിങ് എൽസ് ഈസ് ഗോൺ. എന്താണ്? പോയറ്റ് ഹോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ്? ഹിസ് റിട്ടൺ വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള വേർഡ്സുകൾ, അതായത് ലിറിക്സ് അല്ലെങ്കിൽ ആ ഒരു പോയം എന്ന് പറയുന്നത് എന്താണ്? വിൽ ഹെൽപ്പ് പ്രിസർവ് ദ മെമ്മറി ഓഫ് ബ്യൂട്ടി. എന്താണ്? ആ ഒരു എന്തൊക്കെ ഈവൻ ആഫ്റ്റർ എവറിത്തിങ് എൽസ് ഈസ് ഗോൺ, എന്താണ്? അതിനുശേഷം എന്തൊക്കെ നശിച്ചാലും അല്ലെങ്കിൽ പോയാലും എന്താണ്? ആ ഒരു അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ആ ഒരു റിട്ടൺ വേർഡ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്പ് പ്രിസർവ് ദ മെമ്മറി ഓഫ് ബ്യൂട്ടി അല്ലേ. ആ ഒരു ബ്യൂട്ടിയുടെ മെമ്മറി, അതായത് ആ ഭംഗിയുള്ള സാധനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് എന്താണ്? ഈ ഒരു അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. പോയറ്റ് ഹോപ്പ് ഹിസ് വേർഡ്സ് റിട്ടൺ വേർഡ്സ് വിൽ ഹെൽപ്പ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റിട്ടൺ വേർഡ്സ് എന്തിനു ഹെൽപ്പ് ചെയ്യും? ടു പ്രിസർവ് ദ മെമ്മറി ഓഫ് ബ്യൂട്ടി അല്ലേ. ആ ഒരു ബ്യൂട്ടിയുടെ മെമ്മറീസിന്, ആ ഒരു ഭംഗിയുടെ എന്താണ് ആ ഒരു ഓർമ്മകളെ പ്രിസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് എന്താണ്? ദ റിട്ടൺ വേർഡ്സ് എന്ന് പറഞ്ഞത് അല്ലേ. ഈവൻ ആഫ്റ്റർ എവറിത്തിങ് എൽസ് ഇസ് ഗോൺ, മറ്റുള്ള എന്ത് കാര്യങ്ങളും പോയാലും അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ലിറിക്സ് എന്ന് പറഞ്ഞത് അതൊരിക്കലും പോവില്ല അല്ലേ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്ട്രഗിൾ വിത്ത് ടൈം ആൻഡ് ദ ലാസ്റ്റിംഗ് പവർ ഓഫ് ദ പോയട്രി. എന്താണ്? ഈ ഒരു സോണറ്റ് 65 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്ട്രഗിൾ വിത്ത് ടൈം. എന്താണ്? ആ ഒരു സമയവുമായിട്ടുള്ള ആ ഒരു സ്ട്രഗിളിനെ പറ്റിയും അതേപോലെ എന്താണ്? ദ ലാസ്റ്റിംഗ് പവർ ഓഫ് പോയട്രി, ആ ഒരു പോയട്രിയുടെ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പവറിനെ പറ്റിയാണ് സോണറ്റ് 65 ഷേക്സ്പിയർ
അവതരിപ്പിക്കുന്നത് അല്ലേ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്ട്രഗിൾ വിത്ത് ടൈം, ആ ഒരു സമയമായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്ട്രഗിൾ, അതേപോലെ എന്താണ് ആ ഒരു പോയട്രി മനുഷ്യന്മാർ അല്ലെങ്കിൽ ഈ ഒരു പോയം എഴുതിയ ആൾക്ക് മരിച്ചാലും എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രി മരിക്കുന്നില്ല. അപ്പം 60 മരിച്ച ആളുടെ പോയട്രിയാണ് നമ്മൾ 2025 ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ആ പോയട്രി എന്ന് പറഞ്ഞത് എന്താണ്, ദാറ്റ് ഈസ് എവർ ലാസ്റ്റിംഗ് അല്ലെ, അതിനൊരു അന്ത്യമില്ല അല്ലെ. അതുകൊണ്ട് അതന്നെയാണ് അദ്ദേഹം ഈ പോയട്രിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്ട്രഗിൾ വിത്ത് ടൈം ആൻഡ് ദ ലാസ്റ്റിംഗ് പവർ ഓഫ് പോയട്രി. ആ പോയട്രിയുടെ പദ്യത്തിൻ്റെ അല്ലെങ്കിൽ പോയത്തിൻ്റെ ഒരു ലാസ്റ്റിംഗ് പവറിനെയാണ് ഈ ഒരു സോണറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിൽ ഷേക്സ്പിയേഴ്സ് സോണറ്റ് 1855, 65 എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ പറയുന്നത്. ഈ യൂണിറ്റ് തീർന്നു കേട്ടോ. ഈ യൂണിറ്റിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഷേക്സ്പിയറിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാം കേട്ടോ. നോട്ട്സൊക്കെ എഴുതിയെടുക്കണേ ബോർഡിൽ നിന്ന്.